അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. വ്യാപാരികൾക്ക് അനുകൂല തീരുമാനങ്ങൾ എടുക്കാൻ സർക്കാരിനെ പ്രേരിപ്പിക്കുന്നത് സംഘടനാ ശക്തി. ജേക്കബ് ജോൺ. സംസ്ഥാനത്ത് വ്യാപാരികൾക്ക് അനുകൂലമായി ബജറ്റ് തീരുമാനങ്ങൾ എടുക്കുവാൻ സർക്കാരിനെ പ്രേരിപ്പിക്കുന്നത് വ്യാപാരികളുടെ സംഘടനാ ശക്തിയാണെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ഖജാൻജി ജേക്കബ് ജോൺ പ്രസ്താവിച്ചു. വളരെ സന്തോഷമെന്ന് പറയുന്നത് കേരളത്തിലല്ല ഇന്ത്യയിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ശക്തമായ സംഘടനയായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വളർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ജാലക ശക്തി എന്ന് പറയുന്നത് ആരാധനായ നമ്മുടെ ജില്ലയിലെ പ്രസിഡന്റും സംസ്ഥാന പ്രസിഡന്റുമായ ദേശീയ വ്യാപാര ഉദ്യോഗ പ്രസിഡന്റുമായ ശ്രീ രാജീവ് അപ്സരയാണെന്നുള്ള കാര്യം ഓരോരുത്തരും മനസ്സിലാക്കി. എല്ലാ വിധത്തിലുള്ള ബുദ്ധിമുട്ട് നമ്മൾ തരണം ചെയ്യുന്നുണ്ട്. ഇപ്പം തന്നെ ഈ റോഡ് വികസനവുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരാഴ്ചയിൽ കുറഞ്ഞത് ഒരു 2 തവണ എറണാകുളം പോകുന്ന വ്യക്തിയാണ്. അപ്പോൾ ഈ 2 തവണ എറണാകുളം പോകുന്ന അല്ലെങ്കിൽ ഒരു തവണ എറണാകുളം പോകുന്ന എനിക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ റോഡ് സൈഡിൽ വ്യാപാരം ചെയ്യുന്ന അല്ലെങ്കിൽ ഈ പ്രദേശത്ത് വ്യാപാരം ചെയ്യുന്ന വ്യാപാരികളായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നിസ്സാരമല്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, വികസനത്തിന് വേണ്ടി ഓരോ പൗരനും ത്യാഗം സഹിക്കേണ്ടി വരും. സംഘടനയ്ക്ക് ഭാവിയിൽ ഉണ്ടാകാനാക്കുന്ന ദുരന്തങ്ങൾ മനസ്സിലായിക്കൊണ്ട്, പ്രത്യാഘാതങ്ങൾ മനസ്സിലായിക്കൊണ്ട് സംഘടനാ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരും മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇന്നലെ തന്നെ ബഡ്ജറ്റ് പറയാം, എത്ര കോടി രൂപയുടെ ആശ്വാസ പദ്ധതികളാണ് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റും സംസ്ഥാന നേതൃത്വവും സർക്കാർ മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് മാറ്റിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. 50,000 രൂപയ്ക്ക് മുകളിലുള്ള മുഴുവൻ ബാധ്യതയും കഴിഞ്ഞ സർക്കാർ എഴുത്തള്ളി. അരൂർ പഞ്ചായത്ത് മർച്ചന്റ്സ് അസോസിയേഷന്റെ വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജേക്കബ് ജോൺ. ഉദ്യോഗസ്ഥ തലത്തിലുള്ള അനാവശ്യമായ പരിശോധനകളിൽ നിന്നും പീഡനങ്ങളിൽ നിന്നും വ്യാപാരികൾക്ക് മോചനം നേടിത്തന്നതും ഈ സംഘടനാ ശക്തി തന്നെയാണെന്നും ജേക്കബ് ജോൺ കൂട്ടിച്ചേർത്തു. അരൂർ സെന്റ് അഗസ്റ്റിൻസ് ചർച്ച് പാരിഷ് ഹാളിൽ നടന്ന വാർഷിക പൊതുയോഗത്തിൽ അസോസിയേഷൻ പ്രസിഡന്റ് PB പ്രേംലാൽ അധ്യക്ഷത വഹിച്ചു. രാവിലെ 9 മണിക്ക് പതാക ഉയർത്തിയതോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. ജനറൽ സെക്രട്ടറി KK ബാലസുബ്രഹ്മണ്യൻ സ്വാഗതം ആശംസിക്കുകയും വാർഷിക റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ചെയ്തു. വരവ് ചെലവ് കണക്കുകൾ ഖജാൻജി അഗസ്റ്റിൻ ബ്രിട്ടോ അവതരിപ്പിച്ചു. അവാർഡ് ദാനവും ആദരിക്കലും. യോഗത്തിൽ വെച്ച് SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് വിദ്യാഭ്യാസ അവാർഡുകൾ നൽകി ആദരിച്ചു. SSLC പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ വിജയം നേടിയ അരൂർ പഞ്ചായത്തിലെ സ്കൂളിനുള്ള റീത്ത മോറിസ് എവർ റോളിംഗ് ട്രോഫിയും ക്യാഷ് അവാർഡും ചന്ദിരൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ കരസ്ഥമാക്കി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ കമ്മിറ്റി അംഗം നസീർ പുന്നക്കൽ, അരൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ETD പ്രകാശൻ, സെക്രട്ടറി വേണു, ചന്ദിരൂർ മേഖലാ പ്രസിഡന്റ് UC ഷാജി, അരൂർ പഞ്ചായത്ത് മർച്ചന്റ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റുമാരായ NA ആന്റണി, RG രാധാകൃഷ്ണൻ, ജോയിന്റ് സെക്രട്ടറിമാരായ VK സുരേഷ്, MG വിനോദ് എന്നിവർ യോഗത്തിൽ സംസാരിച്ചു. പുതിയ ഭാരവാഹികൾ. ഉച്ചയ്ക്ക് ശേഷം നടന്ന പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പിൽ PB പ്രേംലാൽ, പ്രസിഡന്റ് അഗസ്റ്റിൻ ബ്രിട്ടോ, ഖജാൻജി എന്നിവരെ വീണ്ടും തിരഞ്ഞെടുത്തു. പുതിയ സെക്രട്ടറിയായി VK സുരേഷിനെ തെരഞ്ഞെടുത്തു.